പറയുന്നതാണ്. മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല. എവിടെ കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങൾ, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങൾ, കണ്ടവന്മാർ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി. എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം മലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം. ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും. പക്ഷെ അതിനുള്ള സമയമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, വാ നമുക്കൊന്ന് കളിക്കാം. ഇതിലൊക്കെ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് അതിന് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. നമ്മളെല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. നമ്മളൊരു വീഡിയോയ്ക്ക് നമ്മുടെ അഭിപ്രായം നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലൂടെ നമ്മൾ വീഡിയോകളിലൂടെ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന ആളും ഞാനും എല്ലാവരും. അപ്പോൾ നമ്മൾ അഭിപ്രായം പറയുമ്പം അതിന് കുറച്ചൊക്കെ മര്യാദ വേണം. കുറച്ച് മര്യാദയോട് കൂടിയിട്ട് വേണം അഭിപ്രായം പറയാൻ. ഒരു പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് മഞ്ജുപിള്ളയുടെ മകൾ ധരിച്ച ഡ്രസ്സ് കുറേ ആളുകൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടമല്ലായിരിക്കാം, കുറച്ച് ആളുകൾക്ക് ഇഷ്ടമുണ്ടാവാം. പക്ഷെ നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ നോക്കിയല്ല ഒരാൾ വസ്ത്രം ധരിക്കുന്നത്. ഇന്ത്യയിൽ അതിനുള്ള നിയമമുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ധരിച്ചില്ലെങ്കിലും ഇവിടെ ഒരു നിയമവും അവരെ ഒന്നും ചെയ്യാനില്ല. അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ അതിൻ്റെ ഇത് കാണുന്ന ആളുകളുടെ ആരുടെ ഇഷ്ടമാണത്. പക്ഷെങ്കിൽ അതിന് പ്രതികരിക്കേണ്ട കുറച്ച് രീതികളുണ്ട്. ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഈ വീഡിയോകൾ കാണുന്നതാണ്. വളരെ മോശമായിട്ട് ഈ രീതിയിലുള്ള വീഡിയോ ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാന്യമായിട്ട് ഒരാളെ നമ്മളിപ്പോൾ വിമർശിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം. അത് പക്ഷേ വാക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിമർശിക്കണം. ഒരു പക്ഷേ നിങ്ങൾ നല്ല വാക്കുകളിലൂടെ ആയിരുന്നു ആ ഒരു വിമർശനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഏകദേശം പകുതി പേര് നിങ്ങൾക്കൊപ്പം നിന്നേനെ ഈ ഒരു കാര്യത്തിൽ. കാരണം ഒരുവിധപ്പെട്ട ആളുകൾക്കൊന്നും അങ്ങനെ ഇതുപോലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് ഇഷ്ടമുള്ള ആളുകളല്ല. പക്ഷേ നിങ്ങളുടെ വാക്കുകളുടെ പ്രശ്നം കൊണ്ടാണ് ഇവർ മൊത്തം നിങ്ങൾക്ക് ഞാൻ ഉൾപ്പെടെ എതിരായത്. ഇല്ലെങ്കിൽ മാന്യമായിട്ടുള്ള നിങ്ങൾക്കുള്ള റിയാക്ഷൻ വീഡിയോകൾ, മാന്യമായിട്ടുള്ള വീഡിയോകൾ വന്നേനെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊക്കെ വന്നേനെ. ഇനിയാണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് പറയേണ്ട വാക്കുകളൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ പറയാറുള്ളൂ. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത് ശകലം കൂടിപ്പോയി.